ഹായ് മക്കളെ, സോ എല്ലാവരും SSLC എക്സാംസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസിനായിരിക്കും അല്ലേ. കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ കുഴപ്പമില്ല. നമ്മൾ ഇത്തവണ അത്രത്തോളം പ്രിപ്പറേഷൻസോട് കൂടി ആയിരിക്കും നമ്മുടെ എക്സാംസിനെ അഭിമുഖീകരിക്കാൻ പോകുന്നത്. ബിക്കോസ് നമുക്കിപ്പോൾ ഗവൺമെൻറ് ഓൾറെഡി നമ്മുടെ ഒരു 3 സെറ്റ്സ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റിലീസ് ചെയ്തിട്ടുണ്ട്. സോ ഈ 3 സെറ്റ്സ് നമ്മൾ പഠിച്ചിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ, നമ്മുടെ മെയിൻ എക്സാംസിലേക്കുള്ള ഒരു നല്ലൊരു പ്രിപ്പറേഷൻ കൂടി ആയിരിക്കുള്ളൂ. സോ അതിൽ ആദ്യത്തെ സെറ്റാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നേരെ നമുക്ക് ആ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ആദ്യത്തെ 4 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കുള്ളൂ. ആ 4 ക്വസ്റ്റ്യൻസ് എന്തായാലും അറ്റൻഡ് ചെയ്യാൻ വേണം. കൂടുതലും ഓപ്ഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഹാപ്പൻസ് വെൻ ദ ഫ്രീക്വൻസി ഓഫ് എ സൗണ്ട് വേവ് പ്രൊഡ്യൂസ്ഡ് നിയർ ആൻ ഒബ്ജക്റ്റ് ഈസ് ഈക്വൽ ടു ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ഇറ്റ്. അതായത് ഒരു വസ്തുവിന്റെ അടുത്തായി ഉണ്ടായ ശബ്ദ തരംഗത്തിന്റെ ആവൃത്തി ആ വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിക്ക് തുല്യമാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒരു 4 ഓപ്ഷൻസ് ഉണ്ട്. കറക്റ്റ് ഓപ്ഷൻസ് ഏതൊക്കെയാണ് നമുക്ക് പിക്ക് ചെയ്യണം. ദ ഒബ്ജക്ട് വൈബ്രേറ്റ്സ്, വസ്തു കമ്പനം ചെയ്യുന്നു. യെസ്, ഒബ്ജക്ട് വൈബ്രേറ്റ് ചെയ്യും. സോ അത് കറക്റ്റ് ആണ്. സെക്കൻഡ് വൺ, ദ ഒബ്ജക്ട് റിഫ്ലക്ട്സ് ദ സൗണ്ട് വേവ്, വസ്തു ശബ്ദ തരംഗത്തെ പ്രതിഫലിപ്പിക്കുന്നില്ല. അത് തെറ്റാണ് കേട്ടോ. ദെൻ അടുത്തത്, ദ ഒബ്ജക്ട് ഈസ് ഇൻ റെസൊണൻസ്. യെസ്, രണ്ടും ഈക്വൽ ആകുക എന്ന് പറയുന്നത് രണ്ടുപേരും റെസൊണൻസിലായി അല്ലെ, അനുനാദത്തിൽ എത്തുന്നു എന്നാണ് അതിന്റെ അർത്ഥം. സോ അതും കറക്റ്റ് ആണ്. ഫോർത്ത് വൺ, ദ ഒബ്ജക്ട് പ്രൊഡ്യൂസസ് എ ഡിഫറെന്റ് ഫ്രീക്വൻസി. വസ്തു വേറൊരു ആവൃത്തി ആയിരിക്കുമോ? അല്ല, സെയിം ഫ്രീക്വൻസി ആയിരിക്കും. സോ അതും തെറ്റാണ്. 1ഉം 3ഉമാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്. അത് നമുക്ക് ഓപ്ഷൻ ബി ആണ് കിടക്കുന്നത് കേട്ടോ. യെസ്, ഓപ്ഷൻ ബി ആണ്. ദെൻ അതിനൊരു മാർക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യെസ്, നമ്മുടെ സ്റ്റേറ്റ്മെന്റ് റീസൺ ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റും റീസണും പ്രോപ്പർ ആയിട്ട് വായിച്ചു നോക്കിയിട്ട് വേണം കേട്ടോ മക്കളെ ഇത് ആൻസർ ചെയ്യാനായിട്ട്. സ്റ്റേറ്റ്മെന്റ് എന്താണ്? മയോപ്പിയ, ഷോർട്ട് സൈറ്റ്നസ്, ക്യാൻ ബി കറക്റ്റഡ് വിത്ത് കോൺകേവ് ലെൻസ്. മയോപ്പിയ കോൺകേവ് ലെൻസുകൾ ഉപയോഗിച്ച് പരിഹരിക്കാൻ കഴിയും. യെസ്, അത് കറക്റ്റ് ആണ്. യെസ്, ട്രൂ ആണ് സ്റ്റേറ്റ്മെന്റ്. റീസൺ നമുക്ക് നോക്കാം. കോൺകേവ് ലെൻസ് ഡൈവേർജ് ലൈറ്റ് റേസ് ആൻഡ് ഫോക്കസ് ഓൺ ദ റെറ്റിന. കോൺകേവ് ലെൻസ് ഡൈവേർജ് ചെയ്യുന്ന ആൾക്കാരാണ് അവർ, അങ്ങനെയാണ് റെറ്റിനയിലേക്ക് ഫോക്കസ് ചെയ്യുന്നതെന്ന് പറയുന്നു. യെസ്, കറക്റ്റ് ആണ്. യെസ്, അപ്പോൾ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്, റീസണും കറക്റ്റ് ആണ്, കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. സോ നമുക്ക് എന്തായാലും ഓപ്ഷൻ എ ആയിരിക്കും വരുന്നത് കേട്ടോ. ദെൻ അവിടെയും ഒരു മാർക്ക് പോകുന്നു. ദെൻ അടുത്തത്, ദ ഡയഗ്രാം ഷോസ് എ സിമ്പിൾസ് ഇലക്ട്രിക് സർക്യൂട്ട് വിത്ത് എ റെസിസ്റ്റർ കണക്റ്റഡ് ടു എ സെൽ. ഹൗ മച്ച് ഹീറ്റ് ഈസ് ജനറേറ്റഡ് ഇൻ ദിസ് റെസിസ്റ്റർ ഇൻ 10 seconds. ഇതൊരു ചെറിയ പ്രോബ്ലം ആണ്. ശരിക്കും 1 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് വന്നിരിക്കുകയാണെങ്കിലും ചെറിയൊരു പ്രോബ്ലം ആണ് അല്ലെ. നമുക്കിവിടെ കറണ്ട് തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കണം. ടൈമും തന്നിട്ടുണ്ടോ? കണ്ടുപിടിക്കേണ്ടത് എത്ര ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ്. ഹീറ്റിന്റെ ഇക്വേഷൻ നമുക്കറിയാം. H = I²RT ആണ്. I എത്രയാണ് മക്കളെ? 2 ആംപിയർ ആണ്. ദാറ്റ് ഈസ് 2 സ്ക്വയർ. R എത്രയായിരുന്നു? 5 ആണ്. ഇൻറ്റു ടി എത്രയാണ്? 10 സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പോൾ 4 × 5 × 10 എന്ന് പറയുന്നത് നമുക്ക് 200 ജൂൾ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, 200 ജൂൾ നമുക്ക് ഓപ്ഷൻ വരുന്ന ഓപ്ഷൻ ബി ആണ്. നേരെ 1 മാർക്ക് നമുക്ക് കിട്ടി. ഓക്കെ, അതെ. അപ്പോൾ ചിലത് നമുക്ക് 1 മാർക്ക് ആണെങ്കിലും കുറച്ചധികം കാര്യങ്ങൾ അവിടെ ചെയ്ത് നോക്കാനുണ്ടായിരിക്കും കേട്ടോ. അതെ, അടുത്ത ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആണ്. പക്ഷെ നമ്മൾ പണ്ട് പഠിച്ച പോലത്തെ ഒരു മാച്ച് ദ ഫോളോയിങ് ടെക്നിക്ക് അല്ല ഇവിടെ. വെറുതെ മാച്ച് ചെയ്ത് വെച്ചാൽ മാത്രം പോരാ, കറക്റ്റ് ഓപ്ഷൻ പിക്ക് ചെയ്യണം. 1 മാർക്കേ ഉള്ളൂ ഇതിന്. ഓക്കെ, അപ്പോൾ AC ജനറേറ്ററിന് കറക്റ്റ് ആയിട്ട് വരുന്ന ഏത് പ്രിൻസിപ്പിൾ ആണ്? പ്രിൻസിപ്പിൾ അല്ല. AC നേരെ വരുന്നത് സ്പ്ലിറ്റ് റിംഗ് അല്ല, സ്ലിപ്പ് റിംഗ് ആണ് കേട്ടോ. AC നേരെ എന്ത് വരുന്നു? സ്ലിപ്പ് റിംഗ് വരുന്നു. DC നേരെ എന്ത് വരും? യെസ്, സ്പ്ലിറ്റ് റിംഗ് വരും. അപ്പോൾ ഒന്നാമത്തത് 4ഉമായിട്ട് വരുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഒന്നാമത്തത് 4ഉമായിട്ട് വരുന്ന 2 ഓപ്ഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട്. പക്ഷേ രണ്ടാമത്തത് 3ഉമായിട്ട് വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. അത് ഓപ്ഷൻ ബി ആണ്. പിന്നെ വേറെ ഒന്നും നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും നോക്കിയേക്കാം. ലൗഡ് സ്പീക്കർ വരുന്നത് മോട്ടോർ പ്രിൻസിപ്പിൾ ആണ്. ദെൻ ട്രാൻസ്ഫോമർ വരുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. ഓക്കെ, സെറ്റ്. അപ്പോൾ എല്ലാം കൊണ്ട് കറക്റ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ ഓപ്ഷൻ ബി ആണ്. അതിനൊരു മാർക്ക്. ദെൻ അപ്പോൾ 4 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു, 1 മാർക്കിന്റെ സെഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് വരുന്നത് 2 മാർക്കിന്റെ സെഷൻ ആണ്. അത് നമുക്ക് 5ാമത്തെ ചോദ്യം മുതൽ 11ാമത്തെ ചോദ്യം വരെയാണ് വരുന്നത്. അതിൽ ചില ചോദ്യങ്ങൾക്ക് മാത്രം ചോയ്സും ഉണ്ടായിരിക്കും. അതായത് ഏതെങ്കിലും ഒരെണ്ണം പിക്ക് ചെയ്താൽ മതി എന്നുള്ള രീതിക്ക് ചോയ്സ് ഉണ്ടായിരിക്കും. സോ നമുക്ക് 5ാമത്തെ ചോദ്യം നോക്കാം. അതിന് എയും ബിയും പാർട്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ എയോ ബിയോ ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. എ നോക്കാം. A movie projector displays 24 frames per second on the screen. What is the peculiarity of the eye to see moving pictures like a cinema? Explain how this peculiarity helps in the perception of moving objects. അതായത് മൂവിങ് പിക്ചേഴ്സ്, അതായത് നമ്മൾ സിനിമ കാണുമ്പോൾ ആ ഫിലിംസ് ഇങ്ങനെ സ്പീഡിൽ പോയി കഴിയുമ്പോൾ നമുക്കതൊരു ഒറ്റ വീഡിയോ പോലെ കാണാൻ പറ്റുന്നുണ്ടല്ലേ. അതിൻ്റെ മെയിൻ പെക്യുലാരിറ്റി, നമ്മുടെ ഏത് സവിശേഷതയാണ് അതിന് സഹായിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അത് നമ്മുടെ പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ ആണല്ലേ. കണ്ണിൻ്റെ ആ ഒരു വീക്ഷണ സ്ഥിരതയാണെന്നതിന് കാരണം. അതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കിക്കഴിഞ്ഞാൽ persistence of vision acts as a natural buffer holding on to the last frame just long enough. അതായത് നമ്മുടെ 1/16 സെക്കൻഡോളം നമ്മുടെ
കണ്ണിൽ 1/16 സെക്കൻഡ്സോളം നമ്മുടെ കണ്ണിൽ നമ്മൾ ഓൾറെഡി കണ്ട ഒരു ഇമേജ് റെറ്റിനയിൽ തങ്ങി നിൽക്കുന്നു അല്ലേ. അതുകൊണ്ട് ആ ഒരു ടൈമിനുള്ളിൽ അടുത്തൊരു ഇമേജ് കണ്ടു കഴിഞ്ഞാൽ ഇത് രണ്ടുപേരും കൂടി ചേർന്നിട്ടുള്ള മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കും നമ്മുടെ റെറ്റിനയിൽ നമുക്ക് ഫോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഫിലിംസ് നല്ല സ്പീഡിൽ പോയി കഴിയുമ്പോൾ നമുക്ക് ആ പിക്ചേഴ്സിനെല്ലാം കൂടി ചേർത്ത് ഒരു വീഡിയോ പോലെ നമ്മുടെ കണ്ണിന് തോന്നുന്നത്. അത് ആക്ച്വലി നമ്മുടെ കണ്ണിന് ഉള്ളൊരു പവർ ആണല്ലോ. അതിനെ വിളിക്കുന്ന പേരാണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത്. സോ 5ാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്കിതാണ് എക്സ്പ്ലനേഷൻ വരുന്നത്. 2 മാർക്കാണ് ആ ക്വസ്റ്റ്യന്. ദെൻ 5ാമത്തെ ക്വസ്റ്റിന്റെ ബി പാർട്ടിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 5ാമത്തെ ക്വസ്റ്റിന്റെ ബി എന്ന് പറയുന്നത് ഓർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എ അല്ലെങ്കിൽ ബി ചെയ്താൽ മതി. 2 മാർക്കാണ് രണ്ടിനും. ഇഫ് 2 പ്രൈമറി കളേഴ്സ് ഓഫ് ലൈറ്റ് റെഡ് ഗ്രീൻ ഓവർലാപ്പ് ഓൺ എ സ്ക്രീൻ, അതായത് 2 പ്രൈമറി കളേഴ്സ് ഉണ്ട്, റെഡും ഗ്രീനും ഉണ്ട്, രണ്ടുപേരും തമ്മിൽ ഓവർലാപ്പ് ചെയ്തു സ്ക്രീനിൽ, വാട്ട് സെക്കൻഡറി കളർ വിൽ ബി ഫോംഡ്? റെഡും ഗ്രീനും ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സെക്കൻഡറി കളർ ഏതാണ്? ദാറ്റ് ഈസ് യെല്ലോ അല്ലെ. യെല്ലോ കളറാണ്. വിച്ച് ഈസ് എ കോംപ്ലിമെന്ററി കളർ ഓഫ് ദിസ് സെക്കൻഡറി കളർ? യെല്ലോയുടെ കോംപ്ലിമെന്ററി പൂരകവർണ്ണം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? യെല്ലോയിൽ ഇല്ലാത്ത പ്രൈമറി കളർ ആണല്ലേ. കാരണം അവർ രണ്ടുപേരും ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് വൈറ്റ് ലൈറ്റ്, ധവള പ്രകാശമായിരിക്കും. സോ യെല്ലോയുടെ കോംപ്ലിമെന്ററി കളർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ബ്ലൂ കളർ. ആൻഡ് അതിന്റെ റീസൺ ചോദിച്ചിട്ടുണ്ട്. കാരണം രണ്ടുപേരും ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കളർ വൈറ്റ് ആണ്. ഓക്കെ, സോ 5ാമത്തെ ക്വസ്റ്റിന്റെ ബിയുടെ ആദ്യത്തെ ആൻസർ വരുന്ന യെല്ലോ എന്നാണ്. ദെൻ അതിന്റെ കോംപ്ലിമെന്ററി കളർ ബ്ലൂ ആണ്. റീസൺ ദേ മേക്ക് വൈറ്റ് ലൈറ്റ് വെൻ കമ്പൈൻ ടുഗദർ. രണ്ടുപേരും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെള്ള നിറം കിട്ടുന്നു. ഓക്കെ, 2 മാർക്ക് കേട്ടോ. ദെൻ 6ാമത്തെ ക്വസ്റ്റ്യൻ വേറെ ചോയ്സ് ഒന്നുമില്ല, ഒരൊറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ. എ സോണാർ ഡിവൈസ് ഓൺ എ ഷിപ്പ് സെൻസ് എ സൗണ്ട് വേവ് ടു ദ സീ ഫ്ലോർ ആൻഡ് റിസീവ്സ് ദ എക്കോ 4 seconds ലേറ്റർ. ഓക്കെ, ഒരു സൗണ്ട് വേവ് അടിച്ചിട്ട് എക്കോ കിട്ടുന്നത് 4 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ്. എക്കോ എന്ന് പറയുമ്പോൾ ആദ്യമേ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ നിന്ന് പോയി അവിടെ എത്തി തിരിച്ചു വരുന്ന സമയമാണ് 4 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഒറ്റ തവണ ഇവിടെ നിന്ന് പോകാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് അതിന്റെ പകുതി 2 സെക്കൻഡ് ആണ് കേട്ടോ. ഇഫ് ദ സ്പീഡ് ഓഫ് ദ സൗണ്ട് ഇൻ വാട്ടർ ഈസ് 1500 m/s, വെള്ളത്തിലൂടെയുള്ള സ്പീഡ് എന്ന് പറയുന്നത്, ആ വേവിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 1500 m/s ആണെങ്കിൽ ഡെപ്ത് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. നേരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്നുള്ള ഇക്വേഷനില്ലേ, അത് വെച്ചിട്ട് നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. കാരണം സ്പീഡ് തന്നിട്ടുണ്ട്, സമയവും തന്നിട്ടുണ്ട്. സമയം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ 2 വശത്തേക്കുള്ള സമയം എടുക്കരുത്, 4 സെക്കൻഡ് എടുക്കരുത്, അതിന്റെ പകുതി 2 സെക്കൻഡ് വേണം നമ്മൾ കൺസിഡർ ചെയ്യാൻ. ആൻഡ് ഇവിടെ നമുക്ക് ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ വരുന്നത് വെറും b × t മാത്രമല്ല ബൈ 2 കൂടി ചെയ്യണം. കാരണം ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു, കാരണം ടൈം എന്ന് പറയുന്നത് അതിന്റെ പകുതി എടുക്കണം എന്നുള്ള കാര്യം. സോ d = v × t/2 ആണ്. b നമുക്കറിയാമായിരുന്നു 1500 × 4 seconds by 2. നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നത് 3000 മീറ്റർ ആണ് കേട്ടോ. 2 മാർക്കിന്റെ പ്രോബ്ലം ആണ്. ഇക്വേഷൻ എഴുതുമ്പോൾ 1 മാർക്കും കിട്ടും, ഫൈനൽ ആൻസറിന് 1 മാർക്ക് കിട്ടും. ടോട്ടൽ 2 മാർക്സ്. ദെൻ 7ാമത്തെ ചോദ്യം. The path of a ray light passing through a concave lens parallel to its principal axis drawn by a child is given below. അതായത് ഒരു കുട്ടി വരച്ചിട്ടുള്ള കോൺകേവ് ലെൻസിലൂടെ പോകുന്ന ഒരു റേയുടെ പാത്താണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇവിടെ എന്തോ ഒരു തകരാറുണ്ട്, കുട്ടി വരച്ചാൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. എന്താണ് ആ മിസ്റ്റേക്ക് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കോൺകേവ് ലെൻസ് ആണ്, വിച്ച് ഈസ് എ ഡൈവേർജിങ് ലെൻസ് അല്ലേ. ഡൈവേർജിങ് ലെൻസ് ഒരിക്കലും അതിനെ നമ്മുടെ ലൈറ്റ് റേനെ കൺവേർജ് ചെയ്യില്ല. കണ്ടോ, കൺവേർജ് ചെയ്താണ് റേ പോയിട്ടുള്ളത്. അത് മിസ്റ്റേക്ക് ആണല്ലേ. സോ അത് മിസ്റ്റേക്ക് ആണ്. റീഡ്രോ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്, തിരുത്തി വരക്കാനും പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ആദ്യം എന്ത് പറയാം? കോൺകേവ് ലെൻസ് ഈസ് എ ഡൈവേർജിങ് ലെൻസ്. അതാണ് ആദ്യത്തെ മിസ്റ്റേക്ക്. റീഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഫിഗർ ആയിരിക്കും കിട്ടുന്നത്. ഡൈവേർജ് ആയിട്ട് പോകുന്ന പോലെ ആയിരിക്കണം നമ്മൾ ഇമേജ് വരക്കേണ്ടത്. ഓക്കെ, സോ ഇതിനൊരു മാർക്ക് പോകും, ഇതിനൊരു മാർക്ക് പോകും. ഓക്കെ, അടുത്തത് 8ാമത്തെ ചോദ്യം. ഇൻ ദ ഫിഗർ എ കണ്ടക്ടർ എ ബി ഈസ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പ്രോപ്പറായിട്ട് വായിച്ച് നോക്കി എങ്ങോട്ടാണ് നമ്മളുടെ ഫീൽഡ് പോകുന്നത്, എങ്ങോട്ടാണ് കറണ്ട് പോകുന്നത് എന്നൊക്കെ നോക്കി കറക്റ്റ് കൈയൊക്കെ എടുത്ത് പിണച്ചൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഇതിൻ്റെ ആൻസർ ചെയ്യാനായിട്ട് കേട്ടോ. നേരെ കയറി ക്യൂലോട്ട് ബിയിലോട്ടൊന്നും എഴുതി വെക്കരുത്. സോ നമുക്ക് നോക്കാം. ഇതിനകത്ത് 12 വോൾട്ടിന്റെ ഒരു ബാറ്ററി ഘടിപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു റോഡ് AB എന്ന് പറയുന്ന ഒരു റോഡിലേക്കാണ് കറണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. So first question, find the direction of motion of the conductor AB when the bell switch is turned on. ബെല്ലിന്റെ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ AB എന്ന കണ്ടക്ടർ ഇങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യുന്നതെന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ജസ്റ്റിഫൈ യുവർ ഫൈൻഡിങ്, അതിന് കാരണം കൂടി നമ്മൾ എഴുതേണ്ടതുണ്ട്. സോ പ്ലസിൽ നിന്ന് മൈനസിലേക്ക് നമ്മളിവിടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ എയിൽ നിന്ന് ബിയിലേക്കാണ് ഇവിടെ കറണ്ട് വരുന്നത്. യെസ്. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിൽ നമ്മൾ എന്തെടുക്കണം? നമ്മുടെ 3 ഫിംഗേഴ്സ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡിറക്ഷൻ നമ്മൾ പിടിച്ചു വെക്കുക. ഇതിൽ നമ്മുടെ 4 ഫിംഗർ ഡിറക്റ്റ് ചെയ്യുന്ന ആരെയാണ്? മാഗ്നറ്റിക് ഫീൽഡിനെ ആയിരിക്കും. നമ്മുടെ മിഡിൽ ഫിംഗർ കറണ്ട് ആയിരിക്കുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ തമ്പ് എന്ന് പറയുന്ന ആരായിരിക്കുള്ളൂ? അത് ഫോഴ്സിന്റെ ഡയറക്ഷൻ, അല്ലെങ്കിൽ ഫോഴ്സ് അല്ല, നമ്മുടെ ഫീൽഡിന്റെ അതന്നെ ഫോഴ്സിന്റെ ഡയറക്ഷൻ, മോഷന്റെ ഡയറക്ഷൻ ആയിരിക്കും കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ മോഷൻ കണ്ടുപിടിക്കണം നമുക്ക്. അപ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്യാം? ദെൻ മാഗ്നറ്റിക് ഫീൽഡ് നോക്കുമ്പോൾ നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ് പോകേണ്ടത്. പക്ഷേ ഇത് നമുക്കൊരു ഡിസ്ക് മാഗ്നറ്റ് ആയതുകൊണ്ട് തന്നെ
ഒരു നമുക്കൊരു ചെറിയ കൺഫ്യൂഷൻ വരും. നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് എന്ന് പറയുമ്പോൾ നേരെ നോർത്തിൽ നിന്ന് താഴത്തെ സൗത്തിലേക്ക് എന്ന് ചിന്തിച്ച് വെക്കരുത്. അത് മാഗ്നറ്റിന്റെ ഉള്ളിൽ കൂടെ പോകുന്ന കേസാണ്. ഉള്ളിൽ കൂടെ പോകുമ്പോൾ സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് പോകുള്ളൂ. ഓക്കെ, സോ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് എന്ന് പറയുമ്പോൾ മാഗ്നറ്റിന്റെ പുറത്തേക്കൂടി വേണം അത് സൗത്തിലേക്ക് പോകാൻ. ഓക്കെ, മാഗ്നറ്റിന്റെ പുറത്തേക്കൂടി സൗത്തിലേക്ക് പോകുന്നതായിട്ട് എടുക്കണം. സോ നമ്മൾ എന്ത് ചെയ്യുക, ആ ഫീൽഡ് പോകുന്നത് മുകളിൽ നിന്ന് താഴേക്ക്, അപ്പം മുകളിലേക്ക് ഫീൽഡ് പോകുന്ന രീതിക്ക് വേണം നമ്മൾ പിടിക്കാനായിട്ട്. ഓക്കെ, മുകളിലേക്ക് ഫീൽഡ് പോകുന്ന രീതിക്ക്. ദെൻ എയിൽ നിന്ന് ബിയിലേക്കാണ് എന്ത് വരുന്നത്, കറണ്ട് വരുന്നത്. എയിൽ നിന്ന് ബിയിലേക്ക് അല്ലെ, എയിൽ നിന്ന് ബിയിലേക്ക് കറണ്ട് വരുന്നു. സോ നമ്മുടെ മോഷൻ എങ്ങോട്ടായിരിക്കുള്ളൂ, നമ്മുടെ റോഡിന്റെ മോഷൻ ഈ ഡയറക്ഷനിലേക്കായിരിക്കും. ഈ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ക്യൂ ഡയറക്ഷനിലേക്കായിരിക്കുള്ളൂ മൂവ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ് നമ്മളവിടെ അപ്ലൈ ചെയ്തത്. ദെൻ ബി ക്വസ്റ്റ്യൻ, വാട്ട് ചേഞ്ച് ഷുഡ് ബി മെയ്ഡ് ടു മൂവ് ദ കണ്ടക്ടർ എ ബി ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. കണ്ടക്ടർ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആക്കാനായിട്ട് എന്ത് ചെയ്യണം, ഒന്നില്ലെങ്കിൽ നമ്മൾ കറണ്ട് ഒന്ന് റിവേഴ്സ് ചെയ്ത് കൊടുക്കുക, ബാറ്ററി ഒന്ന് തിരിച്ചു വെച്ച് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫീൽഡ് മാഗ്നറ്റ് ഒന്ന് തിരിച്ചു വെച്ച് കൊടുക്കുക. രണ്ടാണെന്നുണ്ടെങ്കിലും കറക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. സോ ഓപ്ഷൻ എ നമുക്ക് ഓപ്ഷൻ എ അല്ല, എ പാർട്ടിൽ നമുക്ക് ആൻസർ വരുന്നത് ടുവേഴ്സ് ക്യൂ അല്ലേ, ക്യൂയിലേക്കാണ്. ബിയിൽ വരുന്നത് ചേഞ്ച് ദ പോൾസ് ഓഫ് ദ റിംഗ് മാഗ്നറ്റ്. റിംഗ് മാഗ്നറ്റിന്റെ പോൾ തിരിച്ചു വെച്ച് കൊടുക്കുക, ധ്രുവങ്ങൾ മാറ്റി വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ടെർമിനൽസ്, ബാറ്ററിയുടെ ടെർമിനൽസ് മാറ്റി വെച്ച് വെക്കുക, പ്ലസും മൈനസും തിരിച്ചു വെക്കുക. ഓക്കെ, യെസ്. Then ninth question, an electric device has a resistance of 30 ohm and is designed to operate at a power of 120 watt. What voltage must be applied to get this power? ഇവിടെ നമുക്ക് പവർ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്. ഇവിടെ എത്ര വോൾട്ടേജിലായിരിക്കുള്ളൂ നമുക്ക് ഈ പവർ കിട്ടുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വോൾട്ടേജ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വോൾട്ടേജ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം പവറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് P is equal to V²/R ആണ്. പവറിന്റെ ഇക്വേഷൻ ഇതാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, വോൾട്ടേജിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. PR is equal to V² ആണ്. സോ V is equal to √PR ആണ് നമുക്ക് വോൾട്ടേജിന്റെ ഇക്വേഷൻ വരുന്നത്. നേരെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഓക്കെ, P is equal to V²R, V is equal to √P into R. P നമുക്കറിയായിരുന്നു 120 വാട്ട് ആണ്, R 30 ഓം ആണ്. സോ ഫൈനൽ ആൻസർ കിട്ടുന്നത് √3600 ആണ്, ദാറ്റ് ഈസ് 60 വോൾട്ട് ആണ് കേട്ടോ. ഓക്കെ, സിമ്പിൾ. 2 മാർക്സ് ആണ്. ഇവിടെയും നമുക്ക് ഇക്വേഷൻ 1 മാർക്ക് വരും, ഫൈനൽ ആൻസറിന് 1 മാർക്ക് വരും. ഓക്കെ, ദെൻ അടുത്തത് 10ാമത്തെ ചോദ്യം, ഒബ്സർവ് ദ ഗിവൺ പിക്ചേഴ്സ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. പിക്ചർ നോക്കാം, എന്നിട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. ആൻഡ് ഇലക്ട്രിക് കറന്റ് ഈസ് നോട്ട് കണ്ടിന്യൂസ്ലി പ്രൊഡ്യൂസ്ഡ് ത്രൂ ദ സെക്കൻഡറി കോയിൽ വെൻ ദ സ്വിച്ച് ഈസ് ടേൺഡ് ഓൺ. എക്സ്പ്ലെയിൻ വൈ. ഓക്കെ, നമ്മൾ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും ആ ഒരു ഇലക്ട്രിക് കറന്റ് സെക്കൻഡറി കോയിലൂടെ കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്യില്ല എന്ന് പറയുന്നു. കാരണം നമ്മൾ പ്രൈമറി കൊടുത്തിട്ടുള്ളത് ഒരു DC സോഴ്സ് ആണ്. DC സോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടത് സെക്കൻഡറിയിൽ ഫ്ലോ ചെയ്യില്ല. അതാണ് അതിന്റെ റീസൺ വരുന്നത് കേട്ടോ. ദെൻ ബിയിൽ, വാട്ട് ചേഞ്ച് ഷുഡ് ബി മെയ്ഡ് ഇൻ ദ പ്രൈമറി സർക്യൂട്ട് ടു എൻഷ്യൂർ എ കണ്ടിന്യൂസ് ഇലക്ട്രിക് കറന്റ്. അപ്പോൾ എന്ത് ചേഞ്ച് വരുത്തണം, ഒന്നില്ല DC മാറ്റിയിട്ട് നമ്മളൊരു AC സപ്ലൈ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഫ്ലോ എന്തിൽ കിട്ടുന്നു, സെക്കൻഡറിയിൽ കിട്ടുന്നു. ഓക്കെ, അപ്പോൾ എയുടെ ആൻസർ എന്തായിരുന്നു, DC ആയതുകൊണ്ടാണ് എന്നുള്ള റീസൺ വരുന്നു. ബിയുടെ ആൻസർ DC മാറ്റിയിട്ട് ഒരു AC വെച്ചാൽ മതി എന്ന് പറയാം. ഓക്കെ, 11th ക്വസ്റ്റ്യൻ, അതിനും നമുക്ക് എ പാർട്ടും ബി പാർട്ടും ഉണ്ട്. അതായത് എ അല്ലെങ്കിൽ ബി നമ്മൾ ചെയ്താൽ മതി. എയിൽ വരുന്നത് ചാപ്റ്റർ 7 എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എയിൽ വരുന്നത്, എ വീൽ ആൻഡ് ആക്സൽ സിസ്റ്റം ഈസ് യൂസ്ഡ് ടു ലിഫ്റ്റ് എ ലോഡ് ഓഫ് 500 kilogram. ഇഫ് ദ റേഡിയസ് ഓഫ് ദ വീൽ ഈസ് 0.8 meter ആൻഡ് ദ റേഡിയസ് ഓഫ് ദ ആക്സൽ ഈസ് 0.2 meter, വാട്ട് ഈസ് ദ ഫോഴ്സ് റിക്വയർഡ് ടു ലിഫ്റ്റ് ദ ലോഡ്? എഫേർട്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ലോഡ് നമുക്കറിയാം 500 കിലോഗ്രാം ആണ് തന്നിട്ടുള്ളത് കേട്ടോ, മാസാണ് തന്നിട്ടുള്ളത്. അതിൻ്റെ കൂടി നമ്മൾ ആക്സിലറേഷൻ കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം നമ്മൾ ലോഡ് കൺസിഡർ ചെയ്യാനായിട്ട്. സോ 500 × 9.8 അത്രയും ന്യൂട്ടൺ ആയിരിക്കും നമുക്ക് ലോഡ് വരുന്നത്. അപ്പോൾ ലോഡ് നമുക്കറിയാമെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എഫേർട്ടാണ്. അതിനു മുമ്പ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജും കാൽക്കുലേറ്റ് ചെയ്യണം. കാരണം വീലിൻ്റെ റേഡിയസും തന്നിട്ടുണ്ട്, അതുപോലെ ആക്സിലിൻ്റെ റേഡിയസും തന്നിട്ടുണ്ട്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എത്രയാണ്, ദ റേഡിയസ് ഓഫ് ദ വീൽ ഡിവൈഡ് ബൈ റേഡിയസ് ഓഫ് ആക്സിൽ ആണ്. അപ്പോൾ അത് കണ്ടുപിടിച്ചിട്ട് മെക്കാനിക്കൽ അഡ്വാൻറ്റേജും നമ്മുടെ ലോഡും വെച്ചിട്ട് നമ്മൾ എഫേർട്ട് കണ്ടുപിടിക്കാനാണ് പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ 11th ക്വസ്റ്റിൻ്റെ എ പാർട്ടിൽ, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഈക്വൽ ടു റേഡിയസ് ഓഫ് വീൽ ബൈ റേഡിയസ് ഓഫ് ആക്സിൽ 0.8 meter ബൈ 0.2 meter ആണ്. ദാറ്റ് ഈസ് 4 കിട്ടി. നമുക്ക് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുണ്ട്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് ലോഡ് ബൈ എഫേർട്ട് ആണ് അല്ലേ, ലോഡ് ബൈ എഫേർട്ട് ആണ്. ലോഡ് നമുക്കറിയാം അല്ലേ, ലോഡ് നമുക്കറിയാം, അതുപോലെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജും അറിയാം. സോ എഫേർട്ട് ഈസ് ഈക്വൽ ടു ലോഡ് ഡിവൈഡഡ് ബൈ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ആയിരിക്കും വരുന്നത്. ഓക്കെ, ലോഡ് ബൈ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. ലോഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു 500 × 9.8 അല്ലെ, M × A വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. സോ ഡിവൈഡ് ബൈ 4 കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1225 ന്യൂട്ടൺ ആയിരിക്കും കിട്ടുന്നത് കേട്ടോ. സോ ഇതാണ് ഫൈനൽ ആൻസർ. യെസ്, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി നമുക്ക്
ഇതിന്റെ തൊട്ട് മുന്നേ യെസ് ബി പാർട്ട് കൂടി വരുന്നുണ്ട്. എ ഫോഴ്സ് ഓഫ് 100 ന്യൂട്ടൺ ഈസ് റിക്വയർഡ് ടു പുഷ് എ ലോഡ് അപ്പ് ആൻഡ് ഇൻക്ലൈൻഡ് പ്ലെയിൻ ഓഫ് ലെങ്ത് 5 മീറ്റർ ആൻഡ് ഹൈറ്റ് 3 മീറ്റർ അല്ലെ. അവിടെ നമുക്ക് ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ കേസാണ് വരുന്നത്. ലെങ്ത്തും തന്നിട്ടുണ്ട്, ഹൈറ്റും തന്നിട്ടുണ്ട്. ആദ്യമേ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് നമുക്ക് സിമ്പിളായിട്ട് കിട്ടി. ആക്ച്വലി ആ ഫോഴ്സിന്റെ ആവശ്യമൊന്നും അവിടെ ഇല്ല. കാൽക്കുലേറ്റ് ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഓക്കെ, എത്രയാണ് വരാം? യെസ്, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഈക്വൽ ടു എത്രയാണ് വരാം? ലെങ്ത് ബൈ ഹൈറ്റ് ആണ് വരുന്നത്. ലെങ്ത് നമുക്കറിയാം, ഹൈറ്റും അറിയാം. ഫൈനൽ ആൻസർ 1.67 ആണ് വരുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ അതും 2 മാർക്കിൻ്റെ ആണ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചെയ്താൽ മതി. യെസ്. ഇനി നമുക്ക് 12 മുതൽ 17 വരെയുള്ള ചോദ്യങ്ങളാണ്. ഈ ഇത്രയും ചോദ്യങ്ങൾക്ക് 3 മാർക്കാണ് വരുന്നത് കേട്ടോ. കുറച്ചുകൂടി വലിയ ക്വസ്റ്റ്യൻസ് ആയി. 12 തൊട്ട് 17 വരെ 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കുള്ളൂ. ഇതിലും ചില ക്വസ്റ്റ്യൻസിന് മാത്രം നമുക്ക് എന്തുണ്ട്, ചോയ്സ് ഉണ്ടായിരിക്കും. അതിൽ ഏതെങ്കിലും ഒരെണ്ണം പിക്ക് ചെയ്ത് എഴുതിയാൽ മതിയാവും. 12ാമത്തെ ചോദ്യത്തിനും എ എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് അതിന് ഒരു ബി കൂടി ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് ഒരു ഓർ ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. അപ്പോൾ അതിന്റെ എ എന്താണ്? ദ സ്റ്റേറ്റ് ഓഫ് വൈബ്രേഷൻ ഓഫ് ദ പാർട്ടിക്കിൾസ് ഓഫ് ദ വേവ് അറ്റ് എ പെർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഈസ് ഡെപിക്റ്റഡ്. ഒരു പ്രത്യേക സമയത്തുള്ള കമ്പനാവസ്ഥയാണ് തന്നിട്ടുള്ളത്. എയിൽ വാട്ട് ഈസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദിസ് വേവ്? ആംപ്ലിറ്റ്യൂഡ് എത്രയാണ് മക്കളെ? ഇതിൽ നിന്ന് തന്നെ ആ ഒരു ഫിഗറിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ആ ഏറ്റവും എക്സ്ട്രീം പോകുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണല്ലേ. അത് എത്രയാണ്? 0.2 മീറ്റർ ആണ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. സോ 0.2 ആയിരിക്കും വരുന്നത്. ബിയിൽ ഇഫ് ഇറ്റ് ടേക്സ് 3 seconds ടു ട്രാവൽ ഫ്രം O to A, ഓയിൽ നിന്ന് എ വരെ എത്താനായിട്ട് 3 സെക്കൻഡ് സമയം എടുത്തു എങ്കിൽ ഫൈൻഡ് ദ ഫ്രീക്വൻസി ഓഫ് ദ വേവ്. ഫ്രീക്വൻസി ആണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ നമുക്ക് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ വേറെ സംഭവങ്ങളൊന്നും ഇവിടെ തന്നിട്ടില്ല. പക്ഷെ നമുക്കൊരു സംഭവം തന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ O തൊട്ട് എ വരെയുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് അറിയാം, 30 ആണല്ലേ. ടോട്ടൽ ഡിസ്റ്റൻസ് 30 മീറ്റർ ആണ്. സമയം ടൈം എന്ന് പറയുന്നത് 3 സെക്കൻഡ് ആണ്. അപ്പോൾ സ്പീഡ് കണ്ടുപിടിക്കാമല്ലോ. ഡിസ്റ്റൻസ് ബൈ ടൈം വെച്ചിട്ട്, ഡിസ്റ്റൻസ് ബൈ ടൈം വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സ്പീഡ് വി കണ്ടുപിടിക്കാം. വിച്ച് ഈസ് ഈക്വൽ ടു 30/3 10 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡ് കിട്ടി. ഓക്കെ, സ്പീഡ് അറിയാം. ഈ ഫിഗറിൽ നിന്ന് വേവ് ലെങ്ത്തും കിട്ടും. ഒരു വേവ് കംപ്ലീറ്റ് ആവാൻ എടുക്കുന്ന ഡിസ്റ്റൻസ് 10 മീറ്റർ ആണ് അവിടെ. ഓക്കെ, അപ്പോൾ ലാംഡ എന്താണ്? 10 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ വിയും അറിയാം, ലാംഡ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീക്വൻസി കണ്ടുപിടിച്ചുകൂടെ? ഫ്രീക്വൻസി അല്ലെങ്കിൽ വി ഈസ് ഈക്വൽ ടു എഫ് ലാംഡയാണ്, എഫ് ഈസ് ഈക്വൽ ടു വി ബൈ ലാംഡയാണ്. ദാറ്റ് ഈസ് 10/10 1 ഹെർട്സ്. ഓക്കെ, 1 ഹെർട്സ് ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോർമാറ്റിൽ വേണം നമ്മൾ ഈ സെക്കൻഡ് ബി പാർട്ടിലെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കേണ്ടത്. കാരണം തന്നിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് വേണം നമുക്ക് കിട്ടാനായിട്ട്. അപ്പോൾ ഉള്ളതൊക്കെ വെച്ചിട്ട് നമ്മളെല്ലാം കളക്ട് ചെയ്ത് അവസാനം നമ്മുടെ ഫൈനൽ ആൻസറിലേക്ക് എത്തണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്രീക്വൻസി കിട്ടിയ എത്രയാണ്? 1 ഹെർട്സ് ആണ്. ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. പീരീഡ് കണ്ടുപിടിക്കാൻ എന്താ എത്ര ബുദ്ധിമുട്ട്? നമുക്ക് ഫ്രീക്വൻസി ഉണ്ട്. സോ 1/ഫ്രീക്വൻസി ചെയ്താൽ പീരീഡ് കിട്ടും. 1/1 എത്ര തന്നെയാണ്? 1 സെക്കൻഡ് ആയിരിക്കും നമുക്ക് പീരീഡ് കിട്ടുന്നത് കേട്ടോ. സോ ആൻസേഴ്സ് ഞാൻ കൊടുക്കാം. ദാറ്റ് ഈസ് ആംപ്ലിറ്റ്യൂഡ് 0.2 ആയിരുന്നു. ബിയിൽ ഫ്രീക്വൻസി നമുക്കിപ്പോൾ കിട്ടി. ദാറ്റ് ഈസ് 1 ഹെർട്സ് ആണ്. സിയിൽ ടൈം പീരീഡ് 1/f 1 സെക്കൻഡ് ആണ് കേട്ടോ. യെസ്. അതിന്റെ 12ാമത്തെ ചോദ്യത്തിന്റെ ബി പാർട്ട് നോക്കാം. ഇവിടെയും നമുക്ക് സെയിം ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. എ വേവ് ട്രാവൽസ് ഫ്രം എ ടു ബി ഇൻ 1 സെക്കൻഡ് ഈസ് ഡെപിക്റ്റഡ് ബിലോ. ഇവിടെയും നമുക്ക് എ തൊട്ട് ബി വരെ പോകുന്ന ഒരു വേവിന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അത് 80 മീറ്റേഴ്സ് ആണ് കേട്ടോ ട്രാവൽ ചെയ്യുന്നത്. 80 മീറ്റർ ആണ് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുള്ളത്. വേവ് ലെങ്ത് 40 ആയിരിക്കും വരുന്നത്. ഓക്കെ, 1 സെക്കൻഡ് കൊണ്ടാണ് അത് എവിടെ എത്തിയത്? ബി വരെ, എ മുതൽ ബി വരെ എത്താനായിട്ട് 1 സെക്കൻഡ് സമയം എടുത്തു. ഓക്കെ, വിച്ച് ടൈപ്പ് ഓഫ് വേവ് ഫോം ഈസ് ഇൻഡിക്കേറ്റഡ് ഇൻ ദിസ് ഫിഗർ? ഇതിൽ തന്നിരിക്കുന്ന വേവ് ഫോം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആക്ച്വലി ഇത് ലോഞ്ചിറ്റ്യൂഡിൽ ആവാം, അതുപോലെ തന്നെ ട്രാൻസ്വേഴ്സ് ആവാം, രണ്ട് വേണമെങ്കിലും ആവാം. ബിയിൽ ഹൗ ഡസ് സ്പീഡ് ഓഫ് ദ വേവ് ബി ഫൗണ്ട് ബൈ റിലേറ്റിംഗ് വേവ് ലെങ്ത് ആൻഡ് ഫ്രീക്വൻസി? വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും വെച്ചിട്ട് സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ജസ്റ്റ് ഇക്വേഷൻ മാത്രം എഴുതി വെച്ചാൽ മതി അല്ലേ. സ്പീഡ് ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത് എന്ന് എഴുതി വെച്ചാൽ മതി. സിയിൽ വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദിസ് വേവ്? ഈ വേവിന്റെ സ്പീഡ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. കാരണം ഇവിടെ 80 മീറ്റർ ആണ് സഞ്ചരിച്ചിട്ടുള്ളത് 1 സെക്കൻഡ് കൊണ്ട്. സോ ഡിസ്റ്റൻസ് ബൈ ടൈം 80/1 80 മീറ്റർ പെർ സെക്കൻഡ് തന്നെ നമുക്ക് കിട്ടുന്നു. ഓക്കെ, സോ എയിൽ ട്രാൻസ്വേഴ്സ് അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിൽ ആവാം, അനുപ്രസ്ഥ തരംഗം ആവാം, അല്ലെങ്കിൽ അനുദൈർഘ്യ തരംഗം ആവാം. ബിയിൽ നമുക്ക് ഇക്വേഷൻ എന്താണ്? വി ഈസ് ഈക്വൽ ടു എഫ് ലാംഡ അല്ലെ. റിലേഷൻ എന്താണെന്നാണ് ചോദിച്ചിരുന്നത്. വി ഈസ് ഈക്വൽ ടു എഫ് ലാംഡ. സിയിൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിരിക്കുന്നത് നമുക്ക് 80 മീറ്റർ ആണ്. സോ സ്പീഡ് എന്തായിരിക്കും? 80/1 1 സെക്കൻഡ് കൂടെ അല്ലേ ട്രാവൽ ചെയ്തത്. സോ 80/1 80 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ് കിട്ടുന്നത്. Then 13th question. In the image, AB is an object placed on the principal axis of lens L. ലെൻസിന്റെ പ്രിൻസിപ്പൽ ആക്സിസിൽ വെച്ചിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണ് AB എന്ന് കൊടുത്തിട്ടുള്ളത്. നമുക്ക് കിട്ടുന്ന ഇമേജിന് ഒരു പ്രത്യേകതയുണ്ട്. ഇറക്റ്റുമാണ്, മാഗ്നിഫൈഡുമാണ്. അപ്പം തന്നെ നമുക്ക് മനസ്സിലായി. യെസ്, ഫസ്റ്റ് ക്വസ്റ്റൻ എന്താണ്? ഐഡന്റിഫൈ ദ ലെൻസ് ഇൻഡിക്കേറ്റഡ് ഇൻ ദ ഫിഗർ. ഈ ഫിഗറിൽ കൊടുത്തിട്ടുള്ള ലെൻസ് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ.
ഇറക്റ്റും മാഗ്നിഫൈഡ് ഇമേജ് കിട്ടുന്ന ഒരൊറ്റ ലെൻസേ ഉള്ളൂ. അത് ഏതാണ്? നമ്മുടെ കോൺവെക്സ് ലെൻസ് ആണ് കേട്ടോ. കോൺവെക്സ് ലെൻസിലാണ് അറ്റ് എ ടൈം നമുക്ക് ഇറക്റ്റ് ആയിട്ടുള്ളത്, നിവർന്നതും വലുതുമായിട്ടുള്ള ഇമേജ് കിട്ടുന്നത് അല്ലേ. യെസ്, വിർച്വൽ ആയിട്ടുള്ള ഇമേജ് കിട്ടുന്ന കേസ് നമ്മുടെ എഫിന്റെയും അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ സെന്ററിന്റെയും ഇടയിൽ വെച്ച് കഴിയുമ്പോൾ കിട്ടുന്ന ആ ഒരു കേസാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഗീവ് റീസൺ, എന്താണ് കാരണം? കാരണം ആ ഒരു ഇറക്റ്റും മാഗ്നിഫൈഡും ആയിട്ടുള്ള ഇമേജ് കിട്ടുന്ന ഒരേ ഒരു ലെൻസ് എന്ന് പറയുന്നത് കോൺവെക്സ് ലെൻസ് ആണെന്നുള്ള റീസൺ എഴുതാം. ദെൻ ബിയിൽ ഡ്രോ ദ റേ ഡയഗ്രം ഫോർ ദ ഇമേജ് ഫോർമേഷൻ. റേ ഡയഗ്രം നമുക്ക് വരക്കാം. ഓക്കെ, കോൺവെക്സ് ലെൻസ് ആണ്. റേ ഡയഗ്രം വരുമ്പോൾ എങ്ങനെയാണ്? എഫിന്റെയും പിയുടെയും ഇടയിൽ വെച്ചിട്ടുള്ള കേസ് വേണം നമ്മൾ വരക്കാനായിട്ട്. ദെൻ നമുക്ക് എന്ത് കിട്ടുന്നു? ഇറക്റ്റ് ആയിട്ടുള്ള മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു വിർച്വൽ ഇമേജ് ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. ഓക്കെ, ഡയഗ്രം വരക്കുമ്പോൾ 2 മാർക്ക് അവിടെ തന്നെ കിട്ടിയേട്ടാ, ഇവിടെ 1 മാർക്ക്. ഓക്കെ, യെസ്, 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ 14ാമത്തെ ചോദ്യം എ എന്ന് കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ബി കൂടി ഉണ്ടായിരിക്കും, ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. An ideal transformer has a primary coil of 1000 turns and its secondary coil of 500 turns. Okay, yes. Primary coilനകത്ത് 1000ഉം secondary coilനകത്ത് 500 turnsും ആണുള്ളത്. That is NP is equal to 1000. ആദ്യം തന്നെ ആ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് എഴുതി വെക്കാം കേട്ടോ. തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് ഒന്ന് എഴുതി വെക്കാം. And NS is equal to 500. ഓക്കെ, ഇഫ് ദ പ്രൈമറി വോൾട്ടേജ് ഈസ് 120, പ്രൈമറി വോൾട്ടേജ് എന്ന് പറയുന്നത് 120 വോൾട്ട് ആണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ സെക്കൻഡറി വോൾട്ടേജ്? ഇക്വേഷൻ നമുക്കറിയാം, വി പി ബൈ വി എസ് ഈസ് ഈക്വൽ ടു എൻ പി ബൈ എൻ എസ്. അല്ലെങ്കിൽ ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നേരെ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം നമുക്ക് പ്രൈമറി വോൾട്ടേജ് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് 60 വോൾട്ട്. നേരെ ഇക്വേഷൻസിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താ ചെയ്യേണ്ടത്? യെസ്, വി എസ് ബൈ വി പി ഈസ് ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി. സോ വി എസ് ഈസ് ഈക്വൽ ടു വി പിനെ നമ്മൾ റൈറ്റ് സൈഡിൽ കൊണ്ടുകഴിഞ്ഞാൽ വി പി ഇൻറ്റു എൻ എസ് ബൈ എൻ പി ആണ് വരുന്നത്. വി പി 120 വോൾട്ടാണ്. ഇൻറ്റു എൻ എസ് എത്രയായിരുന്നു? 500 ബൈ 1000 നമുക്ക് വരും. നമുക്ക് കിട്ടുന്നത് 60 വോൾട്ട് എന്നാണ് കേട്ടോ. 60 വോൾട്ട് കിട്ടും. ദെൻ വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് പവർ ഓഫ് ദ ട്രാൻസ്ഫോമർ വെൻ ദ ഇൻപുട്ട് കറണ്ട് ഈസ് 5 ആംപിയർ? ഇൻപുട്ട് കറണ്ട് ഐ പി എന്ന് പറയുന്നത് 5 ആംപിയർ ആണ് തന്നിട്ടുണ്ട്. ഔട്ട്പുട്ട് പവർ ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഇൻപുട്ട് പവർ ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ. അപ്പോൾ ഇൻപുട്ട് പവർ കണ്ടുപിടിച്ചാലും മതി അല്ലേ. ഇൻപുട്ട് പവർ എത്രയാണ്? പവർ ഇൻപുട്ട് എത്രയാണ്? ഇൻപുട്ടിലുള്ള പവർ എന്ന് പറയുന്നത് ഐ ഇൻറ്റു വി ആണല്ലേ. ഐ ഇൻറ്റു വി ആണ്. ഐ ഇൻപുട്ട് വി ഇൻപുട്ട്. ദാറ്റ് ഈസ് 5 ഇൻറ്റു പ്രൈമറിയിലുള്ള വോൾട്ടേജ് എത്രയായിരുന്നു? ദാറ്റ് ഈസ് 120. 5 ഇൻറ്റു 120 ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ഇത് തന്നെയായിരിക്കും എന്തും വരുന്നത്, നമ്മുടെ ഔട്ട്പുട്ടിലുള്ള പവറും വരുന്നത്. ദാറ്റ് ഈസ് 600 വോൾട്ട് ആണ്. 600 വാട്ട് ആണ് കേട്ടോ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് പവർ വരുന്നത്. ഓക്കെ, ദെൻ അടുത്തത് 14ാമത്തെ ക്വസ്റ്റ്യൻ്റെ തന്നെ ബി പാർട്ട് വരുന്നത്. An ideal transformer has input voltage of 200 volt and output voltage of 110 volt. If the input current is 2 ampere, കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്, അതൊക്കെ നമ്മൾ ആദ്യം എഴുതി വെക്കണം. ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 220 വോൾട്ട് ആണ്. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 110 വോൾട്ട് ആണ്. ഇൻപുട്ട് കറണ്ട് എന്ന് പറയുന്നത് 2 ആംപിയർ ആണ്. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ ഔട്ട്പുട്ട് കറണ്ട്. ഔട്ട്പുട്ട് കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? വി എസ് ബൈ വി പി ഈസ് ഈക്വൽ ടു ഐ പി ബൈ ഐ എസ് ആണല്ലേ. തിരിച്ചു വന്നോട്ട് വരാനായിട്ട് മാറിപ്പോരുത്. സോ ഐ എസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് അത് ആളെ മാത്രം അവിടെ നിർത്തിയിട്ട് നമുക്ക് നേരെ ഇക്വേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഐ എസ് 4 ആംപിയർ ആണ് കേട്ടോ. ദെൻ അതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ്. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി ടു സെക്കൻഡറി കോയിൽസ്. പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും തമ്മിലുള്ള നമ്പർ ഓഫ് ടേൺസിൻ്റെ റേഷ്യോ കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് വി എസ് ബൈ വി പി ഈസ് ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി ആണല്ലേ. വി എസ് എത്രയാണ് മക്കളെ? 110 ബൈ 220 വരും. ദാറ്റ് ഈസ് എൻ എസ് ബൈ എൻ പി 1/2 ആയിരിക്കും വരുന്നത്. 110 ബൈ 220 എന്ന് പറയുമ്പോൾ ഡബിൾ ആണ്. സോ നമുക്ക് നേരെ 1/2 എന്നുള്ള റേഷ്യോയിലായിരിക്കും എൻ എസും എൻ പിയും തമ്മിലുള്ള റേഷ്യോ വരുന്നത് കേട്ടോ. യെസ്, 2:1 ആണ് റേഷ്യോ വരുന്നത്. Then C part, if an electrical appliance with 110 volt and 500 watt power is connected to the secondary of a transformer and operated, will the actual power be available? Actual power അവിടെ അവൈലബിൾ ആയിരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ട്. 500 വാട്ടിൻ്റെ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇലക്ട്രിക് അപ്ലയൻസ് കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ആക്ച്വൽ പവർ അവൈലബിൾ ആയിരിക്കുമോ ഇല്ലയോ എന്ന് നമ്മൾ എഴുതണം. അത് കണ്ടുപിടിക്കാനൊരു വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ആ ഒരു ട്രാൻസ്ഫോമറിൻ്റെ പവർ ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കാം. കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ പവറിൽ താഴെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. പക്ഷേ ആ പവറിനേക്കാൾ മേലെയാണ് 500 എന്നുണ്ടെങ്കിൽ അതിൽ അവിടെ ആക്ട് ചെയ്യില്ല, അത് അവിടെ വർക്ക് ചെയ്യില്ല. സോ നമുക്ക് നോക്കാം എത്ര വരും എന്നുള്ളത്. ബി എസ് ഇൻറ്റു ഐ എസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 110 ഇൻറ്റു 4 അല്ലേ. കറണ്ട് 4 ആയിരുന്നു ആൻഡ് ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 110 ആയിരുന്നു. സോ രണ്ടും കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 440 വാട്ടാണ്. 440 വാട്ടിനേക്കാൾ മേലെയാണ് 500 വാട്ട് വരുന്നത്. സോ എന്തില്ല, അത് 500 വാട്ടിൻ്റെ അപ്ലയൻസ് അവിടെ ആക്ച്വൽ പവറിനകത്ത് വർക്ക് ചെയ്യില്ല എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ വരുന്നത് കേട്ടോ. Then 15th question,
എ പ്ലാന്റ് വിത്ത് ഗ്രീൻ ലീവ്സ് ആൻഡ് റെഡ് ഫ്ലവേഴ്സ് ഈസ് കെപ്റ്റ് ഇൻ റെഡ് ലൈറ്റ്. പച്ച ഇലകളും ചുവന്ന പൂക്കളുമുള്ള ഒരു സസ്യം ചുവന്ന വെളിച്ചത്തിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. വാട്ട് വിൽ ബി ദ ഒബ്സർവ്ഡ് കളേഴ്സ് ഓഫ് ലീവ്സ് ആൻഡ് ഫ്ലവേഴ്സ്? അതായത് നമ്മൾ ആ ഇലേനെയും പൂവിനെയും കാണുന്നത് ഏത് കളറിലായിരിക്കും? ഇല പച്ച കളറിലും പൂവ് ചുവന്ന കളറിലാണുള്ളത്. നമ്മൾ അടിക്കുന്ന ലൈറ്റ് എന്ന് പറയുന്നത് റെഡ് ലൈറ്റ് ആണ്. അപ്പോൾ റെഡ് ലൈറ്റിൽ റെഡ് ഫ്ലവർ റെഡ് ആയിട്ട് തന്നെ കാണും അല്ലെ. പ്രൈമറി കളർ അടിച്ചു കഴിഞ്ഞാൽ ആ പ്രൈമറി കളറിൽ തന്നെ കാണും. പക്ഷെ പ്രൈമറി കളർ, ഒരു പ്രൈമറി കളർ വേറൊരു പ്രൈമറി കളറിൽ നമ്മൾ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യില്ല, റിഫ്ലക്റ്റ് ചെയ്യില്ല. ഒരു പ്രൈമറി കളർ ആ പ്രൈമറി കളറിനെ മാത്രമേ റിഫ്ലക്റ്റ് ചെയ്യുള്ളൂ. റെഡ് വന്നു കഴിഞ്ഞാൽ ഗ്രീനിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരിക്കലും റിഫ്ലക്റ്റ് ചെയ്യില്ല, ഡാർക്ക് ആയിട്ടായിരിക്കും കാണുന്നത്. ഓക്കെ, അപ്പോൾ റെഡ് ആയിട്ട്, റെഡ് ഫ്ലവർ റെഡ് ആയിട്ട് തന്നെ കാണുന്നു, ഗ്രീൻ ലീവ്സ് ഡാർക്ക് ആയിട്ട് കാണുന്നു. റീസൺ എന്താണ്? പ്രൈമറി കളേഴ്സ് വേറൊരു പ്രൈമറി കളറിനെ റിഫ്ലക്റ്റ് ചെയ്യില്ല. ബിയിൽ വരുന്നത് ഇഫ് എ യെല്ലോ ഫ്ലവർ ഈസ് കെപ്റ്റ് ഇൻ സെയിം ലൈറ്റ്. യെല്ലോ ഫ്ലവറിനെയാണ് നമ്മൾ ആ സെയിം ലൈറ്റിൽ വെച്ചിട്ടുള്ളത്, റെഡ് ലൈറ്റിൽ വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഏത് കളറിലായിരിക്കും കാണാൻ പറ്റുന്നത്? യെല്ലോ ഫ്ലവർ എന്ന് പറയുമ്പോൾ അത് ഗ്രീനും അതുപോലെ തന്നെ റെഡും ചേർന്നതാണ് അല്ലേ. ഗ്രീനും റെഡും ചേർന്നിട്ടുണ്ട്, അപ്പോൾ അതിനകത്ത് റെഡ് ഉണ്ട് ഓൾറെഡി. അപ്പോൾ റെഡ് ലൈറ്റ് നമ്മൾ അടിച്ചു കഴിയുമ്പോൾ ഓൾറെഡി അതിൽ റെഡ് ഉള്ളതുകൊണ്ട് തന്നെ ആ യെല്ലോ ഫ്ലവർ റെഡ് ആയിട്ടായിരിക്കും കാണാൻ പറ്റുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് ആൻസേഴ്സ് നോക്കാം. ലീവ്സ് ഗ്രീൻ ലീവ്സ് ആയതുകൊണ്ട് ഡാർക്ക് കളറാണ്. കാരണം പ്രൈമറി കളർ റിഫ്ലക്ട്സ് നോ അതർ പ്രൈമറി കളേഴ്സ്. ഓക്കെ, പ്രാഥമിക വർണ്ണങ്ങൾ വേറെ പ്രാഥമിക വർണ്ണങ്ങളെ പ്രതിഫലിപ്പിക്കുന്നില്ല. ദെൻ ഫ്ലവേഴ്സ് റെഡ് കളർ തന്നെ ആയിരിക്കും, കാരണം അത് റെഡിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. ബിയിൽ ചോദിച്ചിരുന്നത് യെല്ലോ ഫ്ലവർ ഏത് കളറിലായിരിക്കും? യെല്ലോനകത്ത് റെഡ് ഉള്ളതുകൊണ്ട് തന്നെ അത് റെഡ് കളറിലായിരിക്കും കാണുന്നത്. ഓക്കെ, ദെൻ 16ാമത്തെ ചോദ്യം നോക്കാം. ദ ഫോളോയിങ് അപ്ലയൻസസ് ആർ യൂസ്ഡ് ഇൻ എ ഡെയിലി ഇൻ എ ഹൗസ്. അതായത് 2 അപ്ലയൻസസ് തന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തുനിന്ന് ഇലക്ട്രിക് ബില്ലും കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റൻ ആണ്. ഫസ്റ്റ് വൺ, എ 200 വാട്ട് ടെലിവിഷൻ ഫോർ 5 hours. ഓക്കെ, 200 വാട്ടിൻ്റെ ഒരു ടെലിവിഷൻ TV 5 മണിക്കൂർ നമ്മൾ പ്രവർത്തിപ്പിച്ചു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഇലക്ട്രിക് എനർജി നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. സോ നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. ടെലിവിഷൻ ഓക്കെ 200 വാട്ടിൻ്റെ ആണ്, 5 മണിക്കൂറാണ്. സോ നമുക്ക് വരുന്നത് 200 വാട്ട് ഇൻറ്റു 5 hours, ദാറ്റ് ഈസ് 1000 വാട്ട് അവർ ആണ് നമുക്ക് വരുന്നത്. LED ബൾബ് തന്നിട്ടുണ്ടായിരുന്നു, അത് 5 എണ്ണം ഉണ്ടായിരുന്നു, 40 വാട്ടിൻ്റെ 4 മണിക്കൂറാണ്. സോ 5 × 40 × 4 800 വാട്ട് അവർ കിട്ടി. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് 1000 വാട്ട് അവർ പ്ലസ് 800 വാട്ട് അവർ, നമുക്ക് 1800 വാട്ട് അവർ ആണ് കിട്ടുന്നത്. മന്ത്ലി വരുമ്പോൾ ഇൻറ്റു 30 കൂടി ചെയ്യണമല്ലോ, 30 ദിവസം വരുമ്പോൾ ഇൻറ്റു 30 ചെയ്യണം. സോ നമുക്ക് കിട്ടുന്നത് 54,000 വാട്ട് അവർ ആണ് കിട്ടുന്നത്. ഇനി ടോട്ടൽ മന്ത്ലി വരുമ്പോൾ കിലോ വാട്ട് അവറിൽ വേണം നമ്മൾ ചെയ്യാൻ, യൂണിറ്റിൽ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ എന്താണ്, 1000 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യണം. സോ 54,000 1000 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 54 കിലോ വാട്ട് ആയിരിക്കുള്ളൂ, കിലോ വാട്ട് അവർ ആയിരിക്കുള്ളൂ. ഇനി ഒരു യൂണിറ്റിന് 5 രൂപ വെച്ചാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നത്. സോ മൊത്തം എത്ര രൂപയാവും, ഒരു മാസത്തേക്ക് എത്ര രൂപയാവും? 54 × 5 യൂണിറ്റ്, 5 രൂപ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 270 രൂപയാണ് കേട്ടോ. ഇങ്ങനെയാണ്, ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ ചെയ്തു പോവാം. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദെൻ 17th ക്വസ്റ്റ്യൻ നമ്മുടെ 7th ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ തന്നിരിക്കുന്ന ഇമേജ് ഒരു നെയിൽ പുള്ളറിൻ്റെ ആണല്ലേ. നെയിൽ പുള്ളർ ഏത് ടൈപ്പ് ലിവർ ആണെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതിൻ്റെ റീസണും ചോദിച്ചിട്ടുണ്ട്. നെയിൽ പുള്ളർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡർ ലിവർ, ഒന്നാം വർഗ്ഗ ഉത്തോലകമാണ്. കാരണം അതിൻ്റെ ഫൽക്രം അല്ലേ, ദാരം നടുക്കാണ് വരുന്നത്, അതാണ് അതിൻ്റെ റീസൺ വരുന്നത്. ബിയിൽ എ ഫോഴ്സ് ഓഫ് 15 Newton ഹാഡ് ടു ബി അപ്ലൈഡ് ടു പുൾ ഔട്ട് ദ നെയിൽ. ഒരു ഫോഴ്സ് 50 Newton കൊടുത്തിട്ട് വേണം നമ്മൾ അതിൻ്റെ നെയിലിന് നമ്മൾ പുറത്തേക്ക് എടുക്കാനായിട്ട്. ഇഫ് ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് ദ നെയിൽ പുള്ളർ ഈസ് 5. അപ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജും തന്നിട്ടുണ്ട്, എഫേർട്ടും തന്നിട്ടുണ്ടെങ്കിൽ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഓക്കെ, വാട്ട് ഇസ് എ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ നെയിൽ? നെയിലിന് കിട്ടുന്ന ആ ഒരു ലോഡ് എത്രയായിരിക്കും എന്നുള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ നമുക്കറിയാം ഫസ്റ്റ് ഓർഡർ ആണെന്നുള്ള കാര്യം പറഞ്ഞു, ഫൽക്രം നടുക്കായതുകൊണ്ട് തന്നെ. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ലോഡ് ബൈ എഫേർട്ട് ആണ്. സോ ലോഡ് ഈസ് ഈക്വൽ ടു എഫേർട്ട് ഇൻറ്റു മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ആയിരിക്കും. ദാറ്റ് ഈസ് 5 × 50 ആണ് നമുക്ക് കിട്ടുന്നത് 250 ന്യൂട്ടൺ ആണ് കേട്ടോ. യെസ്. സോ അടുത്തത് 18ാമത്തെ ചോദ്യം. യെസ്, ഞാൻ പറഞ്ഞു 17 വരെയുള്ള ക്വസ്റ്റ്യൻസ് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇനി 18ാമത്തെ ചോദ്യം, ആകെ ഒരു 18ാമത്തെ ചോദ്യത്തിന് A or B മാത്രമേ ഉള്ളൂ. അത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അതിൽ A അല്ലെങ്കിൽ B എഴുതിയാൽ മതി കേട്ടോ. ഒറ്റ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും ഉള്ളത്. അപ്പോൾ A എന്താണ്? എ മാഗ്നറ്റിക് നീഡിൽ ഈസ് അറേഞ്ച്ഡ് നിയർ ദ എൻഡ് B ഓഫ് എ സോളിനോയിഡ് നെയിംഡ് AB. AB എന്ന് പറയുന്ന സോളിനോയിഡിന് അറ്റത്ത് ഒരു മാഗ്നറ്റിക് നീഡിൽ വെച്ചിട്ടുണ്ട്. വിച്ച് പോൾ ഓഫ് ദ മാഗ്നറ്റിക് നീഡിൽ ഈസ് അട്രാക്റ്റഡ് ടു B വെൻ ദ സ്വിച്ച് ഈസ് ടേൺ ഓൺ? ബിയിലേക്ക് അട്രാക്ട് ചെയ്യുന്നത് ഈ നമ്മുടെ നീഡിലിൻ്റെ ഏത് പോളായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. യെസ്, നമുക്ക് ഇതാണ് ഇവിടെ സ്വിച്ച് നമ്മുടെ സെല്ല് വന്നിട്ടുള്ളത്. ഇവിടെ പ്ലസ് മൈനസ്, പ്ലസ്സിൽ നിന്ന് മൈനസിലേക്ക് കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നു. കറണ്ട് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ഫ്ലോ ചെയ്യുമ്പോൾ കണ്ടോ, കറണ്ട്
ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണ് എയിൽ വരുന്നത്, ക്ലോക്ക് വൈസിലാണ് എയിൽ വരുന്നത്, വിച്ച് മീൻസ് ആ സൈഡ് എന്താണ്, സൗത്ത് പോളാണ് അല്ലെ. ക്ലോക്ക് വൈസ് വരുമ്പോൾ അത് സൗത്ത് പോളും ആന്റി ക്ലോക്ക് വൈസ് വരുമ്പോഴാണ് നോർത്ത് പോൾ. സോ ഈ സൈഡ് എന്തായിരിക്കും, ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും, നോർത്ത് പോൾ ആയിരിക്കും. ഓക്കെ, നോർത്ത് പോളിനോട് അട്രാക്റ്റ് ആയിട്ട് വരുന്നത് നീഡിലിന്റെ ഏത് പോളായിരിക്കും, സൗത്ത് പോളായിരിക്കും. ഓക്കെ, അതല്ല നമ്മുടെ ക്വസ്റ്റ്യൻ. നീഡിലിന്റെ ഏത് പോളായിരിക്കും ബിയിലേക്ക് അട്രാക്റ്റ് ആവുന്നതാണെന്നാണ് ക്വസ്റ്റ്യൻ വന്നത്. അത് ഏത് പോളായിരിക്കും, സൗത്ത് പോളായിരിക്കും. ഓക്കെ, ദെൻ ബിയിൽ എക്സ്പ്ലെയിൻ ഹൗ യു അറൈവ്ഡ് അറ്റ് ദിസ് ആൻസർ. ഈ ആൻസർ നമ്മൾ എങ്ങനെ എത്തി? കാരണം എന്താണ്, നമുക്കറിയാം ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ, അതായത് ക്ലോക്ക് വൈസ് ആണ് നമ്മളുടെ കറണ്ട് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എൻ്റെ എന്തായിരിക്കും, സൗത്ത് പോൾ ആയിരിക്കും എന്നുള്ള റീസൺ എഴുതിയാൽ മതി കേട്ടോ. ദെൻ സിയിൽ സജസ്റ്റ് എനി 2 ways ടു ഇൻക്രീസ് ദ മാഗ്നറ്റിക് സ്ട്രെങ്ത് ഓഫ് എ സോളിനോയിഡ് ക്യാരിയിങ് ആൻ ഇലക്ട്രിക് കറണ്ട്. കറണ്ട് പോകുന്ന ആ ഒരു സോളിനോയിഡിന്റെ ആ ഒരു മാഗ്നറ്റിക് സ്ട്രെങ്ത് കൂട്ടാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയിൽ ഒരു കോർ അല്ലെ, ഒരു മാഗ്നറ്റിക് കോർ വെച്ച് കൊടുക്കാം, ഏതെങ്കിലും ഒരു അയൺ പോലുള്ള സബ്സ്റ്റൻസ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കറണ്ട് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം, നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഏതെങ്കിലും 2 പോയിന്റ് എഴുതി കഴിഞ്ഞാൽ 2 മാർക്ക് കിട്ടും കേട്ടോ. യെസ്, അപ്പോൾ ആൻസേഴ്സ് വരുന്നത് എയിൽ സൗത്ത് പോൾ ആണ്, ബിയിൽ അതിന്റെ റീസൺ എന്തായിരുന്നു, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ സൗത്ത് പോൾ ആയിരിക്കും എന്ന് പറയാം. സിയിൽ ഏതെങ്കിലും 2 പോയിന്റ് എഴുതാം, കറണ്ട് കൂട്ടാം അല്ലെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് കൂട്ടാം. ഓക്കെ, യെസ്. 18 ബി കൂടി ഉണ്ട്, എ അല്ലെങ്കിൽ ബി എഴുതിയാൽ മതി. ബി നോക്കാം. എ കറണ്ട് ക്യാരിയിങ് സർക്കുലർ ലൂപ്പ് ഈസ് അറേഞ്ച്ഡ് നിയർ ദ എൻഡ് ബി ഓഫ് എ സോളിനോയിഡ് എ ബി. In order to get a current through the solenoid, a cell is to be connected between P and Q. ഇതിനിടയിൽ ഒരു സെല്ല് വെക്കണം, പക്ഷെ അവർ ആ സെല്ല് കൊടുത്തിട്ടില്ല. സെല്ല് ഏത് കൊടുക്കണം എന്നുള്ളത്, അവിടെ പിയിൽ ഏത് ടെർമിനൽ കൊടുക്കണം എന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല. ഓക്കെ, സോ നമുക്കറിയാം തൊട്ടടുത്തൊരു സോളിനോയിഡ് ഒരു ലൂപ്പ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ, പ്ലസിൽ നിന്ന് മൈനസിൽ നിന്ന് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഈ എൻഡിൽ കാണുന്ന ഏതായിരിക്കും, ക്ലോക്ക് വൈസ് ഡിറക്ഷൻ ആയിരിക്കും, വിച്ച് മീൻസ് അവിടെ സൗത്ത് പോളാണ്. ഓക്കെ, ഇവിടെ സൗത്ത് പോളാണെന്ന് മനസ്സിലായി. ഈ സൗത്ത് പോളിനോട് അട്രാക്റ്റ് ആയിട്ട് വരുന്നത് ഏതായിരിക്കുള്ളൂ, നോർത്ത് പോൾ ആയിരിക്കും. പക്ഷേ ക്വസ്റ്റ്യൻ അതല്ല, നമ്മുടെ കണ്ടക്റ്റിംഗ് ലൂപ്പിനോട് റിപ്പൽ ചെയ്ത് വരുന്ന പോൾ വേണം ഇവിടെ വരാൻ. റിപ്പൽ ചെയ്ത് വരുന്ന പോൾ ഏതാണ്, സൗത്തിനോട് റിപ്പൽ ചെയ്യുന്നത് സൗത്ത് തന്നെയാണല്ലേ, സെയിം പോൾ തന്നെയാണ്, ലൈക്ക് പോൾസ് റിപ്പൽ. ഓക്കെ, സൗത്ത് തന്നെ വരും. ഇവിടെ സൗത്ത് വരുന്നുണ്ടെങ്കിൽ ഇവിടെ നോർത്ത് വരും. ഓക്കെ, ഇവിടെ നോർത്ത് വരുന്നുണ്ടെങ്കിൽ ഇവിടെ കറണ്ട് പോകുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിലായിരിക്കണം, ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിലായിരിക്കണം. ഇവിടെ ആന്റി ക്ലോക്ക് വൈസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ കണക്ട് ചെയ്യേണ്ടത് നെഗറ്റീവ് ടെർമിനലായിരിക്കണം, ഇവിടെ പോസിറ്റീവ് ടെർമിനൽ കേട്ടോ. ഇവിടെ നെഗറ്റീവ് വരും, അവിടെ പോസിറ്റീവ് വരും. അപ്പോഴാണ് ഇവിടേക്ക് ആന്റി ക്ലോക്ക് വൈസിൽ പോകുന്നതും നോർത്ത് ആവുന്നതും ആ സൈഡ് സൗത്ത് ആയി മാറുന്നതും റിപ്പൽ ചെയ്യുന്നതും. ഓക്കെ, കണക്ട് ചെയ്ത് വേണം ആൻസറിലേക്ക് എത്താനായിട്ട്. ഓക്കെ, അപ്പോൾ എ പാർട്ട് കഴിഞ്ഞു. ദെൻ ബിയിലേക്ക് പോയി കഴിഞ്ഞാൽ when the flux produced by the solenoid is increased, ഫ്ലക്സ് കൂട്ടിക്കഴിഞ്ഞാൽ വാട്ട് ചേഞ്ച് occurs to the flux produced by a single loop? ഒരു മാറ്റവുമില്ല. സിംഗിൾ ലൂപ്പിനകത്ത് മൊത്തം ഫ്ലക്സ് മാറ്റി കഴിഞ്ഞാൽ സിംഗിൾ ലൂപ്പിലുള്ള ഫ്ലക്സിൽ ഒരു മാറ്റവുമില്ല കേട്ടോ. യെസ്, ഇഫ് ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ സെൽ ഈസ് കണക്റ്റഡ് ടു ദ പോയിന്റ് പി, പിയിലേക്ക് നമ്മൾ കൊടുക്കുന്നത് പോസിറ്റീവ് ടെർമിനൽ ആണെന്നുണ്ടെങ്കിൽ, കണ്ടോ ഇവിടെ പോസിറ്റീവായി ഇവിടെ നെഗറ്റീവായി, നേരെ നമുക്ക് നോക്കാം, പ്ലസ് മൈനസ് ഇങ്ങനെ ഫ്ലോ ചെയ്യുമ്പോൾ ക്ലോക്ക് വൈസ് ആണ്, വിച്ച് മീൻസ് ഇവിടെ സൗത്ത് പോളാണ്, ഇവിടെ നോർത്ത് പോൾ ആയിരിക്കുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് എന്തായിരിക്കും വരുന്നത്, യെസ്, അവിടെ ഓൾറെഡി സൗത്ത് ആയതുകൊണ്ട് അവിടെ അട്രാക്ഷൻ ആയിരിക്കും വരുന്നത്. ഓക്കെ, ദെൻ if the positive terminal of the cell is connected to the point P and the negative terminal of the it is Q, at which end of the solenoid will north pole be formed? ഏത് എൻഡിലായിരിക്കും നോർത്ത് പോൾ വരുന്നത്, ബിയിലായിരിക്കുള്ളൂ നോർത്ത് പോൾ വരുന്നത്. ഓക്കെ, ദെൻ അതിൻ്റെ ഡി നോക്കിക്കഴിഞ്ഞാൽ ഹൗ ഡസ് ദ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് അറൗണ്ട് എ കറണ്ട് ക്യാരിയിങ് സോളിനോയിഡ് ഡിഫർ ഫ്രം ദ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ ബാർ മാഗ്നറ്റ്? അതായത് സോളിനോയിഡിന് ചുറ്റുമുള്ള ആ ഒരു കറണ്ട് ക്യാരിയിങ് സോളിനോയിഡിലുള്ള മാഗ്നറ്റിക് ഫീൽഡും അതുപോലെ ബാർ മാഗ്നറ്റിലുള്ള ഫീൽഡും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മുടെ ബാർ മാഗ്നറ്റ് ആകുമ്പോൾ പെർമനന്റ് ആയിരിക്കും, നമുക്കതിൻ്റെ എന്താ പറയുക, പോൾസ് ഒന്നും മാറ്റാൻ പറ്റില്ല, സ്ട്രെങ്ത് മാറ്റാൻ പറ്റില്ല, ഒന്നും മാറ്റാൻ പറ്റില്ല, എല്ലാം പെർമനന്റ് ആണ്. പക്ഷേ നമ്മുടെ സോളിനോയിഡിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ കറണ്ട് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എന്താ പറയും, പോൾസ് മാറുന്നു, അതുപോലെ തന്നെ സ്ട്രെങ്ത് മാറുന്നു, എല്ലാം ചേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ. മറ്റേത് പെർമനന്റ് ആയിരിക്കുള്ളൂ, അതാണ് മെയിൻ ഡിഫറൻസ് വരുന്നത്. ഓക്കെ, സോ എൻ്റെ ആൻസേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ നമ്മൾ നെഗറ്റീവ് എന്ന് പറഞ്ഞു, നെഗറ്റീവ് ടെർമിനൽ. സെക്കൻഡ് വൺ ഫ്ലക്സിൽ ചേഞ്ച് വരുന്നില്ല എന്നുള്ള കാര്യം. സിയിൽ നമ്മൾ പറഞ്ഞത് നോർത്ത് പോൾ വരുന്ന ഏത് കേസായിരുന്നു, ദാറ്റ് ഇസ് ബി ആയിരുന്നു. ഡിയിൽ സ്ട്രെങ്ത് ഇൻക്രീസ് ആവും, അതുപോലെ തന്നെ സ്ട്രെങ്ത്തും പോളെല്ലാനും ചേഞ്ച് ആവുന്നുണ്ട് ആറിൽ, നമ്മുടെ സോളിനോയിഡിന്റെ കേസിൽ. പക്ഷെ ബാർ മാഗ്നറ്റിൽ അതൊന്നും ചേഞ്ച് ആവുന്നില്ല. യെസ്, അപ്പോൾ ഇത്രയുമാണ് 18 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളുടെ എക്സാമിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇതേ മോഡലിൽ തന്നെ ആയിരിക്കുള്ളൂ നമുക്ക് മെയിൻ എക്സാമിനും ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ ഈ ഒരു പാറ്റേണിൽ തന്നെ പഠിച്ചു പോകുക, ഈ ഒരു പാറ്റേണിൽ തന്നെ ആയിരിക്കുള്ളൂ എക്സാമിന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നത്. സോ നമുക്ക് ഫസ്റ്റ് സെറ്റ് കഴിഞ്ഞു, ഇനി നമുക്ക് നേരെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് സെറ്റ് ആണ്. നമുക്ക് അടുത്ത വീഡിയോയിലായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്.